ഹായ് ഓൾ, വെൽക്കം ടു ഫാർമ വേൾഡ്. അപ്പം നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫാർമസി പ്രാക്ടീസിലെ ADR എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. അപ്പം അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ്റെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ എങ്ങനെ അത് ഡിറ്റക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, ദെൻ ഒരു ADRനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്താണ്? അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു WHO, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ റെസ്പോൺസ് വിച്ച് ഈസ് നോക്സിയസ് ആൻഡ് അൺഇൻറ്റൻഡഡ് ആൻഡ് വിച്ച് ഒക്കേഴ്സ് അറ്റ് ഡോസ് normally used in humans for the prophylaxis, diagnosis or therapy of disease or for the modification of physiological function. അപ്പം WHO ആണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ റെസ്പോൺസ് വിച്ച് ഈസ് നോക്സിയസ് ആൻഡ് അൺഇൻറ്റൻഡഡ്. നമുക്ക് ആവശ്യമില്ലാത്ത, അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു റെസ്പോൺസ് ഉണ്ടാവുക. വിച്ച് ഒക്കേഴ്സ് അറ്റ് ഡോസസ് നോർമലി യൂസ്ഡ് ഇൻ ഹ്യൂമൻസ്. അപ്പം നമ്മളൊരു ഡ്രഗ് എടുത്തത് മൂലം ഒരു നോക്സിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടി. പക്ഷേ ആ ഒരു റെസ്പോൺസ് കിട്ടിയത് ടോക്സിക് ഡോസിലല്ല. വിച്ച് ഒക്കേഴ്സ് അറ്റ് ഡോസസ് നോർമലി യൂസ്ഡ് ഇൻ ഹ്യൂമൻസ്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഡോസിലുണ്ടാവുന്ന റെസ്പോൺസിനെയാണ് നമ്മൾ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ആ ഒരു ഡ്രഗ് എപ്പോൾ യൂസ് ചെയ്യുമ്പോഴാണ്? പ്രോഫൈലാക്സിസ്, ഡയഗ്നോസിസ് ഓർ തെറാപ്പി ഓഫ് ഡിസീസ്. നമ്മൾ ഏതെങ്കിലും ഒരു ഡിസീസസിൻ്റെ പ്രോഫൈലാക്സിസിനോ, അല്ലെങ്കിൽ പ്രോഫൈലാക്സിസ് മീൻസ് പ്രിവെൻറ്റ് ചെയ്യാനോ, അതും അല്ലെങ്കിൽ അത് ഡയഗ്നോസിസ് ചെയ്യാനോ, അല്ലെങ്കിൽ ആ ഒരു ഡിസീസിൻ്റെ തെറാപ്പിക്ക് വേണ്ടിയിട്ടോ യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു റെസ്പോൺസ് സംഭവിച്ചത്. അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിസിയോളജിക്കൽ ഫങ്ഷൻ്റെ മോഡിഫിക്കേഷനിലാണ് ഈ ഒരു റെസ്പോൺസ് സംഭവിച്ചത്. ആൻഡ് ഈ റെസ്പോൺസ് എന്തായിരിക്കണം? വിച്ച് ഈസ് നോക്സിയസ് ആണ്, അതുപോലെ തന്നെ അൺഇൻറ്റൻഡഡ് ആണ്. ഇനി നോർമൽ ഡോസിലുമാണ് ഇത് സംഭവിച്ചെങ്കിലാണ് നമ്മളതിനെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുക. ടോക്സിക് ഡോസസിലാണ് സംഭവിച്ചെങ്കിൽ അതിനെ ടോക്സിസിറ്റി എന്നേ പറയത്തുള്ളൂ. ADR എന്ന് പറഞ്ഞാൽ നോർമൽ ഡോസിൽ തന്നെ സംഭവിക്കുമ്പോഴാണ് ADR എന്ന് മെൻഷൻ ചെയ്യുന്നത്. ദെൻ ADRൻ്റെ ക്ലാസിഫിക്കേഷനാണ് മെയിനായിട്ട് 6ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ടൈപ്പ് A അതർവൈസ് കോൾഡ് ഓഗ്മെൻറ്റഡ്, ടൈപ്പ് B എന്ന് പറയുമ്പോൾ ബിസാരെ, ആൻഡ് ടൈപ്പ് C ഈസ് കണ്ടിന്യൂസ്, ടൈപ്പ് D ഡിലേഡ്, ടൈപ്പ് E എൻഡ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്, ആൻഡ് ടൈപ്പ് F എന്ന് പറയുമ്പോൾ ഫെയിലിയർ ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഇതാണ് 6 ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പം ടൈപ്പ് A ADR എന്താണെന്ന് നോക്കാം. ടൈപ്പ് A നമ്മൾ ഓഗ്മെൻറ്റഡ് എന്നാണ് പറയുന്നത്. യൂഷ്വലി എക്സാസർബേഷൻ ഓഫ് ദ ഫാർമക്കോളജിക്കൽ എഫക്റ്റ് ഓഫ് ദ ഡ്രഗ്. അതായത് നമ്മുടെ ഡ്രഗ് എഫക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ആ ഡ്രഗിൻ്റെ അതിൻ്റെ ഒരു ഫാർമക്കോളജിക്കൽ എഫക്റ്റ് തന്നെ എക്സാസർബേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അമിതമായിട്ട് ആ ഒരു ഫാർമക്കോളജിക്കൽ എഫക്റ്റ് കാണിക്കുക. ഈ ഒരു ടൈപ്പിനെയാണ് ടൈപ്പ് A അല്ലെങ്കിൽ ഓഗ്മെൻറ്റഡ് ടൈപ്പ് ADR എന്ന് പറയുന്നത്. ഈ ഒരു ADR ഡോസ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതായത് നമ്മൾ ഡ്രഗിൻ്റെ ഡോസ് കൂട്ടുന്നതിനനുസരിച്ച് വിച്ച് കോസസ് ദ ഇൻക്രീസ് ദ എഫക്റ്റ്. ഓക്കെ, ആ ഒരു ഡോസിനനുസരിച്ച് നമ്മുടെ ആ ഒരു റെസ്പോൺസും ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് ഡോസ് ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത്. പ്രെഡിക്റ്റബിൾ ഡ്യൂ ടു നോൺ ഓഫ് ഫാർമക്കോളജി ഓഫ് ഡ്രഗ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഡ്രഗിൻ്റെ ആ ഒരു ഫാർമക്കോളജിക്കൽ എഫക്റ്റ് തന്നെയാണ് അവിടെ എക്സാസർബേറ്റ് ചെയ്യുന്നത്. സോ എന്താണ്? ഇറ്റ് ക്യാൻ ബി പ്രെഡിക്റ്റഡ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം അത് എത്രമാത്രം കൂടും, അല്ലെങ്കിൽ ഏതൊരു ഫാർമക്കോളജിക്കൽ എഫക്റ്റ് ആണ് കൂടുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് കൂടിയത് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് പ്രിവെൻറ്റബിൾ. നമുക്ക് എന്താണ്? ഇത് പ്രിവെൻറ്റ് ചെയ്യാം അല്ലേ? ഈ ഒരു ഡ്രഗിൻ്റെ ഡോസ് കുറച്ചുകൊണ്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ നമുക്കത് നേരത്തെ നോക്കിയിട്ട് അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇൻസിഡൻസ് ഓഫ് ടൈപ്പ് A is high, however less severe. സോ നമുക്ക് എന്താണ്? ഇത് പ്രെഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ, ഇത് മാറ്റാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ ലെസ് സിവിയർ കേസാണ് ടൈപ്പ് A വരുന്ന ADRs. ദെൻ അസോസിയേറ്റഡ് വിത്ത് ലെസ് മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി. അവിടെ മോർബിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന കണ്ടീഷനാണ് മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ. ദാറ്റ് മീൻസ് ഹോസ്പിറ്റലൈസേഷൻ. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസിങ് ഡെത്ത്. അപ്പം ഡെത്ത് റേറ്റും അതുപോലെ തന്നെ മോർബിഡിറ്റി, ഹോസ്പിറ്റലൈസേഷനും ഒക്കെ ഈ ഒരു കേസസിൽ അവിടെ ലെസ് ആയിരിക്കും, അല്ലെങ്കിൽ അൺകോമൺ ആയിരിക്കും. ദെൻ ടൈപ്പ് എക്ക് എക്സാമ്പിൾ പറയുന്നത് ഇൻസുലിൻ ഇൻഡ്യൂസ്ഡ് ഹൈപ്പോഗ്ലൈസീമിയ. നമ്മൾ ഇൻസുലിൻ യൂസ് ചെയ്യുന്ന എന്തിനാണ്? ഹൈപ്പോഗ്ലൈസീമിക് എഫക്റ്റ് കിട്ടാൻ അല്ലേ? നമ്മുടെ ഷുഗർ കുറയ്ക്കാൻ അല്ലെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യാനാണ് ഇൻസുലിൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇൻസുലിൻ്റെ ഫാർമക്കോളജിക്കൽ എഫക്റ്റ് തന്നെയാണ് അവിടെ ഡയബറ്റിക് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഫാർമക്കോളജിക്കൽ എഫക്റ്റ് എക്സാസർബേറ്റ് ചെയ്യുന്ന കണ്ടീഷനാണ് ഹൈപ്പോഗ്ലൈസീമിയ. നമ്മുടെ ഡയബറ്റിക് കുറയുന്ന കണ്ടീഷനാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു ടൈപ്പ്
ADRന് എക്സാമ്പിളാണ്, ടൈപ്പ് എയ്ക്ക് എക്സാമ്പിളാണ് ഇൻസുലിൻ ഇൻഡ്യൂസ്ഡ് ഹൈപ്പോഗ്ലൈസീമിയ. അതുപോലെ ഹൈപ്പോടെൻഷൻ കോസ്ഡ് ബൈ ആൻറ്റി ഹൈപ്പർടെൻസീവ്സ്. ആൻറ്റി ഹൈപ്പർടെൻസീവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രഷറിന് യൂസ് ചെയ്യുന്ന ഏജൻസ്, നമ്മുടെ BP കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏജൻസ് ആണ് ആൻറ്റി ഹൈപ്പർടെൻസീവ്. ഇതിൻ്റെ അമിത ഉപയോഗം കാരണം, അല്ലെങ്കിൽ ഇതിൻ്റെ നോർമൽ ഡോസിൽ തന്നെയുള്ള യൂസാണ്, പക്ഷേ ഇതിൻ്റെ ഫാർമക്കോളജിക്കൽ എഫക്റ്റ് എക്സാസർബേറ്റ് ചെയ്ത് ഹൈപ്പോടെൻഷൻ ഉണ്ടാവുക. ദെൻ ഡീഹൈഡ്രേഷൻ കോസ്ഡ് ബൈ ഡയൂററ്റിക്സ്. ഡയൂററ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ ഡ്രഗ് വിച്ച് ഇൻക്രീസസ് ദ യൂറിനേഷൻ, അല്ലെങ്കിൽ യൂറിൻ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ഡയൂററ്റിക്സ്. ഇത് ഡയൂററ്റിക്സ് വിച്ച് കോസസ് ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ എന്താണ്? നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടറിൻ്റെ കണ്ടന്റ് എല്ലാം റിമൂവൽ ആവുന്ന പ്രോസസ്സ്. അപ്പം അതും ഡയൂററ്റിക്സിൻ്റെ ഒരു ഫാർമക്കോളജിക്കൽ എഫക്റ്റ് അവിടെ എക്സാസർബേറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ടൈപ്പ് എ ഡോസ് ഡിപ്പെൻഡൻ്റ് ആണ്, പ്രെഡിക്റ്റബിൾ ആണ്, അതുപോലെ തന്നെ പ്രിവെൻറ്റബിൾ ആണ്. സോ അതുപോലെ തന്നെ ഇത് ലെസ് സിവിയർ ആണ്. ഓക്കെ, ഇതാണ് ടൈപ്പ് എ ADR പറഞ്ഞത്. നെക്സ്റ്റ് പറയുന്നത് ടൈപ്പ് ബി. ടൈപ്പ് ബി അതർവൈസ് കോൾഡ് ബിസാരെ. അപ്പം യൂഷ്വലി ഇതൊരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്, അല്ലേ? നമ്മുടെ സെൻസിറ്റിവിറ്റി ഹൈപ്പർ ആവുന്ന റിയാക്ഷൻസ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഡോസ് ഡിപ്പെൻഡൻ്റ് അല്ല. ഡോസ് ഡിപ്പെൻഡൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്, നമുക്കവിടെ ഡോസ് കൺട്രോൾ ചെയ്തുകൊണ്ടോ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനോ ഇത് സാധിക്കത്തില്ല. ഓക്കെ, നമുക്ക് പേഷ്യൻറ്റിന് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രെഡിക്റ്റ് ചെയ്യാം. ഇദ്ദേഹത്തിന് ഈ ഒരു മെഡിസിൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ADR വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി ഇല്ലാത്തടത്തോളം കാലം നമുക്കിത് പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനോ ആയിട്ട് സാധിക്കത്തില്ല. ഡ്രഗ് എടുത്ത് ADR കണ്ടീഷൻ വേഴ്സൺ ആവുമ്പോൾ മാത്രമേ നമുക്കവിടെ മനസ്സിലാവത്തുള്ളൂ. ഇൻസിഡൻസ് ഓഫ് ടൈപ്പ് എ ഇസ് ലോ, ഹൗവർ മോർ സിവിയർ, സോ അസോസിയേറ്റഡ് വിത്ത് ഹൈ മോർബിഡിറ്റി ആൻഡ് ഹൈ മോർട്ടാലിറ്റി. അപ്പം ടൈപ്പ് എ പോലെ തന്നെ ടൈപ്പ് എയേക്കാളും സിവിയർ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കേസിൽ നമുക്ക് മോർബിഡിറ്റിയും ഹൈ മോർട്ടാലിറ്റിയും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഡെത്ത് റേറ്റ് ഒക്കെ കൂടുതലായിരിക്കും വരുന്നത്. ഇതിന് എക്സാമ്പിളാണ് പെൻസിലിൻസ് ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ്. നമ്മൾ പെൻസിലിൻ ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്ന സമയത്തുണ്ടാവുന്ന ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഈ ഒരു ടൈപ്പ് ബിക്ക് എക്സാമ്പിളാണ്. നെക്സ്റ്റ് പറയുന്നത് ടൈപ്പ് സി അല്ലെങ്കിൽ ക്രോണിക് ഓർ കണ്ടിന്യൂസ്. അപ്പം ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡ്രഗിനോട് പ്രൊലോങ് ആയിട്ട് എക്സ്പോഷർ ഉണ്ടായി, അല്ലെങ്കിൽ നമുക്ക് ഒരു ലോങ് പീരീഡിലേക്ക് ഒരു ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞുണ്ടാകുന്ന എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ ADR ആണ് ടൈപ്പ് സി. അപ്പം നമ്മളൊരു ഡ്രഗിൻ്റെ ക്രോണിക് യൂസ് മൂലം അല്ലെങ്കിൽ കണ്ടിന്യൂസ് യൂസ് മൂലം ഉണ്ടാകുന്ന ADR ആണ് ഈ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് കാണിക്കുന്നത് ഹയർ ഫ്രീക്വൻസി എമംഗ് എക്സ്പോസ്ഡ് പേഷ്യൻസ് ദാൻ അൺഎക്സ്പോസ്ഡ്. നമുക്ക് എപ്പോഴും എക്സ്പോസ് ആയ ഒരു പേഷ്യൻസിലായിരിക്കും ഈ ഒരു ADR കാണിക്കുന്നത്. ഇവിടുത്തെ എക്സാക്റ്റ് മെക്കാനിസം അൺനോൺ ആണ്. ദെൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഹയർ ഫ്രീക്വൻസി ഓഫ് കാർഡിയോവാസ്കുലർ ഈവൻറ്റ്സ് എമംഗ് പേഷ്യൻസ് എക്സ്പോസ്ഡ് ടു COX-2 ഇൻഹിബിറ്റർ റോഫികോക്സിബ്. അപ്പം റോഫികോക്സിബ് ഡ്രഗ് COX-2 ഇൻഹിബിറ്റർ ആണ്. ഈ ഒരു ഡ്രഗ് ക്രോണിക് ആയിട്ട് യൂസ് ചെയ്ത പേഷ്യൻസിൽ കാർഡിയോവാസ്കുലർ ഈവൻറ്റ്സ് കൂടുതലായിട്ട് കാണിക്കുന്നത്. കാർഡിയോവാസ്കുലർ ഈവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് കാണിക്കുന്ന ചാൻസ് ഉണ്ട്. അപ്പം ഇത് ടൈപ്പ് സിക്ക് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ഒരുപാട് യൂസ് ചെയ്ത പേഷ്യൻസിൽ ഓസ്റ്റിയോപോറോസിസ് എന്നൊരു കണ്ടീഷൻ കാണിക്കുന്നതും ടൈപ്പ് സിക്ക് എക്സാമ്പിളാണ് വരുന്നത്. അപ്പം പ്രൊലോങ് യൂസ് കൊണ്ട് അല്ലെങ്കിൽ പ്രൊലോങ് എക്സ്പോഷർ കൊണ്ടുണ്ടാകുന്ന ADRs ആണ് ക്രോണിക് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടൈപ്പ് ADR. നെക്സ്റ്റ് വരുന്നത് ടൈപ്പ് ഡി അല്ലെങ്കിൽ ഡിലേയ്ഡ് ADR ആണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡ്രഗ് എക്സ്പോഷർ ഒരു ലോങ്ങർ പീരീഡിലേക്ക് നമ്മളൊരു ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ ഈ ADR വരുന്നത് ഡിലേ ആയിട്ടാണ്, അല്ലെങ്കിൽ കുറേ താമസിച്ചതിന് ശേഷമാണ് നമുക്ക് ആ ഒരു ADR അല്ലെങ്കിൽ ആ ഒരു വേഴ്സൺ കണ്ടീഷൻ കാണിക്കുന്നത്. കുറച്ച് താമസിച്ചായിരിക്കും. അപ്പം നമുക്ക് എന്താണ് അവിടെ ഡയഗ്നോസിസ് അത്ര എളുപ്പമല്ല. കുറേ നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡ്രഗ് ആയിരുന്നു, ഒരു കുഴപ്പമില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതിന് കുറച്ച് പ്രോബ്ലംസ് കാണിക്കുന്നു. സോ നമ്മൾ ആ ഡ്രഗ് യൂസ് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു കേസ് വന്നതെന്ന് നമ്മളവിടെ വിചാരിക്കത്തില്ല. അതാണ് പറഞ്ഞത് മേക്കിംഗ് ഡയഗ്നോസിസ് ഡിഫിക്കൾട്ട്. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൾട്ടായിരിക്കും. ഏതൊരു ഡ്രഗിൻ്റെ യൂസ് കൊണ്ടാണെന്ന് ഡയഗ്നോസിസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ഇതിന് എക്സാമ്പിൾ വരുന്നത് മാലിഗ്നൻസീസ് ദാറ്റ് ഒക്കേഴ്സ് ആഫ്റ്റർ ഇമ്മ്യൂണോസപ്രസീവ് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ പോസ്റ്റ് ട്രാൻസ്പ്ലാന്റേഷന് ശേഷം എന്തെങ്കിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഇമ്മ്യൂണോസപ്രസീവ്സ് യൂസ് ചെയ്യാറുണ്ട്. എന്തിനാണ്? ട്രാൻസ്പ്ലാന്റേഷന് ശേഷം വേറൊരു ഓർഗനാണല്ലേ നമ്മുടെ ബോഡിയിലിരിക്കുന്നത്. അപ്പം നമ്മുടെ ബോഡി തന്നെ അതിനെ ഒരു
ആൻറ്റിജൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയും നമ്മുടെ ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇതിന് വേണ്ടിയിട്ട് അപ്പം ഇങ്ങനൊരു ഇമ്മ്യൂണോ സപ്രസീവ്സിൻ്റെ യൂസ് കൊണ്ട് അവിടെ മാലിഗ്നൻസി ഉണ്ടാവാറുണ്ട്. അപ്പം ഇതൊരു ടൈപ്പ് ഡിക്ക് എക്സാമ്പിളാണ്. ദെൻ ഡൈ ഈതൈൽ സ്റ്റിൽബസ്ട്രോൾ എന്ന് പറഞ്ഞ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്തതിന് ശേഷം വജൈനൽ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതും ടൈപ്പ് ഡിക്കാണ് എക്സാമ്പിൾ. അപ്പം ഡിലേഡ് അണ്ടിൽ ലോങ് ആഫ്റ്റർ ഡ്രഗ് എക്സ്പോഷറിന് ശേഷം ഉണ്ടാകുന്ന ADRനെയാണ് ടൈപ്പ് ഡി അല്ലെങ്കിൽ ഡിലേഡ് ടൈപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടൈപ്പ് ഇ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു അല്ലെങ്കിൽ ആ ഒരു ഡ്രഗ് വിത്ഡ്രോ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ടൈപ്പ് കാണിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൽക്കഹോൾ വിത്ഡ്രോവലിന് ശേഷം ഉണ്ടാകുന്ന ആങ്സൈറ്റി, പാനിക്, ഡിലൂഷൻസ്, വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഹാലൂസിനേഷൻസ്, ഇവയൊക്കെ ടൈപ്പ് ഇക്ക് എക്സാമ്പിളാണ്. അപ്പം എൻഡ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റിലായിരിക്കും അവിടെ ആ ഒരു ADR എക്സ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ടൈപ്പ് ADR ആണ് അല്ലെങ്കിൽ ടൈപ്പ് എഫ് അല്ലെങ്കിൽ ഫെയിലൂർ ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. അപ്പം ഇതെന്താണ്, നമ്മൾ അവിടെ കൊടുത്ത ട്രീറ്റ്മെൻറ്റ് ഫെയിലായി അങ്ങനെ വരുന്ന കേസിലാണ് ഈ ഒരു ടൈപ്പ് കാണിക്കുന്നത്. ഓഫൺ കോസ്ഡ് ബൈ ഡ്രഗ് ഇൻട്രാക്ഷൻ, വേറെ 2-3 ഡ്രഗുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൊണ്ടും ഈ ഒരു ടൈപ്പ് ADR കാണിക്കാറുണ്ട്. ടൈപ്പ് എഫ് മീൻസ് ഫെയിലർ ഓഫ് ട്രീറ്റ്മെൻറ്റ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, അതിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് രീതിയെക്കുറിച്ചും ദെൻ ഈ ഒരു ADR മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ചുമാണ് ഈ പറയുന്നത്. വൈ ADR റിപ്പോർട്ടിംഗ്, എന്തിനാണ് ഈ ഒരു ADR റിപ്പോർട്ട് ചെയ്യുന്നത്? ADR ആർ എമംഗ് ദ ലീഡിങ് കോസസ് ഓഫ് ഡെത്ത് ഇൻ മെനി കൺട്രീസ്. ഒരുപാട് രാജ്യങ്ങളിൽ ഈ ഒരു ADR ആണ് ഡെത്തിലോട്ട് പോലും നയിക്കാറുണ്ട്. അപ്പം WHO 2008 കണക്ക് പ്രകാരം ഒരുപാട് ADR കൊണ്ട് നമുക്ക് ഒരുപാട് ഡെത്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സോ എന്താണ്, ADR മസ്റ്റ് ബി റിപ്പോർട്ടിംഗ് കോൺസ്റ്റിറ്റ്യുവൻസ് എ സിഗ്നിഫിക്കൻറ്റ് എക്കണോമിക് ബർഡൻ ഓൺ ദ പേഷ്യൻ്റ് ആൻഡ് ഗവൺമെൻറ്. അപ്പം പേഷ്യൻറ്റിനും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനുമൊക്കെ ഒരു എക്കണോമിക് ബർഡൻ ആവാറുണ്ട് ഈ ഒരു ADR കൊണ്ടിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ADR മസ്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ADR റിപ്പോർട്ടിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. അസസ് ദ സേഫ്റ്റി ഓഫ് ഡ്രഗ് തെറാപ്പീസ്. നമുക്ക് ഒരു ഡ്രഗിൻ്റെ അല്ലെങ്കിൽ ഒരു തെറാപ്പി എത്രമാത്രം സേഫ് ആണെന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ADR റിപ്പോർട്ടിംഗ് കൊണ്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്രൊവൈഡ്സ് അപ്ഡേറ്റഡ് ഡ്രഗ് സേഫ്റ്റി ഇൻഫർമേഷൻ ടു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെയൊക്കെ ഒന്ന് അപ്ഡേറ്റ് ആക്കാം അല്ലേ. ഓരോ ഡ്രഗ്സിൻ്റെയും ADRും അല്ലെങ്കിൽ പുതിയ ഡ്രഗ്സൊക്കെ വരുമ്പോൾ അതിൻ്റെ ADR റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ ആ ഒരു ഡ്രഗിന് വരാൻ ചാൻസസ് ഉള്ള ADR ഏതൊക്കെ പേഷ്യൻസിന് അത് നോട്ട് സേഫ് ആണ് എന്നൊക്കെ നമുക്ക് നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ട് വെക്കാനും ഈ ഒരു ADR റിപ്പോർട്ടിങ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ എക്കണോമിക് ഇമ്പാക്റ്റ് ADR പ്രിവെൻഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ADR പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്കണോമിക് ഇമ്പാക്റ്റ് മെഷർ ചെയ്യാനായിട്ടും ADR റിപ്പോർട്ടിങ് ഹെൽപ്പ് ചെയ്യുന്നു. റെഗുലേറ്ററി ആക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് ADR റിപ്പോർട്ട്സ് ടു എൻഷുർ പേഷ്യൻറ്റ് സേഫ്റ്റി. നമ്മുടെ പേഷ്യൻറ്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ റെഗുലേറ്ററി ആക്ഷൻസ് എടുക്കാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എടുക്കണം എന്നൊക്കെ ഈ ADR റിപ്പോർട്ടിങ് കൊണ്ട് നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഹു ക്യാൻ റിപ്പോർട്ട്, ആരാണ് ADR റിപ്പോർട്ട് ചെയ്യുന്നത്? ഹോൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ലൈക്ക് ക്ലിനിഷ്യൻസ്, ഡെൻറ്റിസ്റ്റ്, ഫാർമസിസ്റ്റ്, നഴ്സസ്. നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആർക്ക് വേണമെങ്കിലും ഈ ഒരു ADR റിപ്പോർട്ട് ചെയ്യാം. ക്ലിനിഷ്യൻസ് ആവട്ടെ, ഡെൻറ്റിസ്റ്റ് ആവട്ടെ, ഫാർമസിസ്റ്റ് ആവട്ടെ, നഴ്സസ്, ഓൾ നോൺ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഇൻക്ലൂഡിങ് പേഷ്യൻറ്റ് ക്യാൻ ഓൾസോ റിപ്പോർട്ട്സ്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് മാത്രമല്ല നമ്മുടെ നോൺ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനും അതുപോലെ പേഷ്യൻസിനും നമുക്ക് ഈ ഒരു ADR റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വാട്ട് ടു റിപ്പോർട്ട്, എന്താണ് നമ്മളൊരു ADRൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്? സീരിയസ് ആൻഡ് ലൈഫ് ത്രെറ്റനിങ് റിയാക്ഷൻസ് ലൈക്ക് അനാഫിലാക്സിസ് പോലുള്ള സീരിയസ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിന് തന്നെ ത്രെറ്റനിങ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഫേറ്റൽ റിയാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യാം. റിയാക്ഷൻ ദാറ്റ് റിസൾട്ട് ഇൻ ഡിസബിലിറ്റീസ്, നമ്മുടെ ആ ഒരു ഡ്രഗ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടായെങ്കിൽ അതും നമുക്ക് ഇതിലൂടെ റിപ്പോർട്ട് ചെയ്യാം. ദെൻ റെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺകോമൺ ആയിട്ടുള്ള നമുക്ക് ഒരു ഡ്രഗിൻ്റെ കോമൺ ആയിട്ട് പറയുന്ന ADRs ഒന്നും അല്ല റിപ്പോർട്ട് ചെയ്യുക, അൺകോമൺ ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള ADRs ഒക്കെയാണ് റിപ്പോർട്ട് ചെയ്യുക.
ദെൻ ഒരു ന്യൂവർ ഡ്രഗ് ഇറങ്ങിയ സമയത്ത് അതിൻ്റെ റിയാക്ഷൻസ്. അപ്പം ആ ഒരു റിയാക്ഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഡ്രഗിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഔട്ട്കം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം എനി റിയാക്ഷൻസ് ടു ന്യൂവർ ഡ്രഗ്സും നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് ADR റിപ്പോർട്ടിംഗ് പ്രോസസ്സും. അപ്പം നമ്മൾ ആ ഒരു ADR റിപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് പറയുന്നത്. ഫസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് പെരിഫറൽ സെൻറ്റേഴ്സിലോട്ട് ഇത് റിപ്പോർട്ട് ചെയ്യാം. അപ്പം ഈ ഒരു പെരിഫറൽ സെൻറ്ററിൽ നിന്ന് ദെൻ റീജിയണൽ സെൻറ്ററിലോട്ട്, പിന്നെ റീജിയണൽ സെൻറ്ററിൽ നിന്ന് സോണൽ സെൻറ്ററിലോട്ട്, ദെൻ സോണൽ സെൻറ്ററിൽ നിന്ന് സിഡിസ്കോ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് സെൻട്രൽ ഓർഗനൈസേഷനിലേക്ക്, ദെൻ അവിടെ നിന്നാണ് WHO റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് പെരിഫറൽ സെൻറ്റേഴ്സിലോട്ടും അവിടെ നിന്ന് റീജിയണൽ സെൻറ്റേഴ്സിലോട്ടും ദെൻ സോണൽ സെൻറ്റേഴ്സ് സിഡിസ്കോ ആൻഡ് WHO. അപ്പം ലാസ്റ്റാണ് WHO ഇത് എത്തുന്നത്. നെക്സ്റ്റ് പറയുന്നത് ADR റിപ്പോർട്ട് ഫോമിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ ADR റിപ്പോർട്ടിങ്ങിൽ നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. പേഷ്യൻസ് ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ്, ആ ഒരു പേഷ്യൻറ്റിൻ്റെ കംപ്ലീറ്റ് ഹെൽത്ത് പ്രൊഫൈൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ പ്രിസ്ക്രൈബേഴ്സ് ഡീറ്റെയിൽസ്, നമ്മൾ ആ ഒരു ഡ്രഗ് എടുത്തപ്പം ആരാണത് പ്രിസ്ക്രൈബ് ചെയ്തത്, അത് അറ്റൻഡ് ചെയ്ത ഫിസിഷ്യൻ ആരാണ് എന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. സസ്പെക്റ്റഡ് ഡ്രഗ്സ്, ആ ഒരു ADR വന്നത് ഏതൊരു ഡ്രഗിൻ്റെ കാരണം കൊണ്ടാണ്, അപ്പം അതിനെയാണ് നമ്മൾ സസ്പെക്റ്റഡ് ഡ്രഗ് എന്ന് പറയുന്നത്. ദെൻ ഡേറ്റ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് ആൻഡ് സ്റ്റോപ്ഡ്, നമ്മൾ എന്നാണ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തത്, ആ ഒരു ഡേറ്റും ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ ഡേറ്റ് ഓഫ് ADR സ്റ്റാർട്ടഡ്, നമ്മൾ ആ ഡ്രഗ് എടുത്തതിന് ശേഷം എന്നാണ് ADR സ്റ്റാർട്ട് ചെയ്തത് അത് റിപ്പോർട്ട് ചെയ്യുക. ദെൻ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് റിയാക്ഷൻ, എങ്ങനെയായിരുന്നു നമുക്ക് ADR വന്നത്, ഏത് രീതിയിലാണ്, ഇപ്പം എന്തെങ്കിലും റാഷസ് ആണ് വന്നെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ്, ഏത് ഏരിയയിൽ വന്നു, അത് എത്രമാത്രം ഡീപ്പായിരുന്നു, ഇനി ആ റാഷസ് കൊണ്ടിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാവുന്നുണ്ടോ, അതുപോലുള്ളൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. നെയിം ആൻഡ് അഡ്രസ് ഓഫ് റിപ്പോർട്ടിംഗ് സെൻറ്റർ വിത്ത് റിപ്പോർട്ടിംഗ് ഡേറ്റ്, നമ്മൾ ആ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സെൻറ്ററിൻ്റെ നെയിം, അഡ്രസ്സ്, അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ്. അപ്പം ഇതൊക്കെയായിരുന്നു ADR റിപ്പോർട്ട് ഫോമിൽ ഇൻക്ലൂഡ് ആക്കേണ്ടത്. പേഷ്യൻ്റ് ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ്, പ്രിസ്ക്രൈബറിൻ്റെ ഡീറ്റെയിൽസ്, സസ്പെക്റ്റഡ് ഡ്രഗ്സ് ഏതാണോ അതിനെക്കുറിച്ച്, ഡേറ്റ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് ആൻഡ് സ്റ്റോപ്ഡ്, ADR സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്, ദെൻ റിയാക്ഷൻ്റെ ആ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ, ദെൻ നെയിം ആൻഡ് അഡ്രസ് ഓഫ് റിപ്പോർട്ടിംഗ് സെൻറ്റർ വിത്ത് റിപ്പോർട്ടിംഗ് ഡേറ്റ്. നെക്സ്റ്റ് പറയുന്നത് ഹൗ ടു റിപ്പോർട്ട് ADR, എങ്ങനെയാണ് നമ്മൾ ADR റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ട് ഷുഡ് ബി ഓൺ എ സ്റ്റാൻഡേർഡ് ADR റിപ്പോർട്ടിംഗ് ഫോം, നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോം ഉണ്ടായിരിക്കും ഈ ADR റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പം അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പേഷ്യൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, സസ്പെക്റ്റഡ് ഡ്രഗിൻ്റെ ഡീറ്റെയിൽസ്, ADR എന്ന് സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ തന്നെ എന്താണ് ഒരു റിയാക്ഷൻസ് ഉണ്ടായത്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫോം ആയിരിക്കണം നമ്മൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. Duly filled the ADRs in the reporting form when an ADR is encountered, നമുക്ക് ആ ഒരു ADR വന്നാൽ ഉടനെ തന്നെ നമ്മൾ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് നമുക്ക് ADR റിപ്പോർട്ടിംഗ് ഫോം ഫില്ല് ചെയ്യുക. കാരണം എന്താണ്, ഡേറ്റ് കഴിയും തോറും നമുക്ക് ചാൻസസ് ഓഫ് ഇറേഴ്സിനുള്ള ചാൻസ് ഉണ്ട്. സോ എപ്പോഴാണോ ADR സംഭവിച്ച ഉടനെ തന്നെ നമ്മൾ ADR റിപ്പോർട്ടിംഗ് ഫോം അവിടെ ഫില്ല് ചെയ്യുക. ദെൻ ഓരോ പേഷ്യൻസിനും യൂസ് എ സെപ്പറേറ്റ് ഫോം, നമുക്ക് ഓരോ പേഷ്യൻസിനും ഓരോ ഫോം എടുത്ത് കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് അവിടെ ഫില്ല് ചെയ്യുക. ഈച്ച് പേഷ്യൻസിന് ഈച്ച് ഫോം ആയിരിക്കണം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈച്ച് ADRനെ ഈച്ച് റിപ്പോർട്ടിംഗ് ഫോംസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് അവിടെ ഫില്ല് ചെയ്യണം. ദെൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ADR ഫോം നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ മോണിറ്ററിംഗ് ഓഫീസ് AMC അല്ലെങ്കിൽ നാഷണൽ കോർഡിനേറ്റിംഗ് സെൻറ്റർ ഇവിടേക്ക് അയക്കുക. അപ്പോൾ കംപ്ലീറ്റ് ADR ഫോം നിയറസ്റ്റിലുള്ള അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ മോണിറ്ററിംഗ് ഓഫീസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ കോർഡിനേറ്റിംഗ് സെൻറ്ററിലോട്ടോ സെൻഡ് ചെയ്യുക. ദെൻ ഈ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു ADR ഇതിനു മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അനദർ ADR ഫോം തയ്യാറാക്കുക. അതല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി കമ്മ്യൂണിക്കേറ്റഡ് ബൈ ടെലിഫോൺ, ഫാക്സ് ഓർ ഇമെയിൽ. നമ്മൾ ടെലിഫോണിലൂടെയോ ഫാക്സിലൂടെയോ ഇമെയിലിലൂടെയോ ഇതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നേരത്തെ ഓൾറെഡി ഈ ഒരു ADR ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അവിടെ റിപ്പോർട്ട് ചെയ്യിക്കുക. ദെൻ ഫോളോ അപ്പ് റിപ്പോർട്ട്സ് ഷുഡ് ബി
ഐഡൻറ്റിഫയബിൾ. നമുക്ക് എന്താണ് ആ ഒരു റിപ്പോർട്ട്സ് ഫോളോ അപ്പ് ഐഡൻറ്റിഫയബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ദ ഫോളോയിങ് ഷുഡ് ബി ഇൻഡിക്കേറ്റഡ് ഓൺ ദ റിപ്പോർട്ട്. താഴെ പറയുന്ന കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കണം. എന്തൊക്കെയാണ്? ഫോളോ അപ്പ് ഇൻഫർമേഷൻ. ആദ്യം നമുക്ക് ADR വന്നു, അതിൻ്റെ കൂടെ തന്നെ അതിന് ഫോളോ അപ്പ് ചെയ്തുള്ള കാര്യങ്ങൾ, ആ ADR കൂടുതലായോ അതോ അത് പെട്ടെന്ന് തന്നെ കുറഞ്ഞോ എന്നുള്ള കാര്യങ്ങൾ. ഡേറ്റ് ഓഫ് ഒറിജിനൽ റിപ്പോർട്ട്. നമ്മുടെ ആ ഒരു ഒറിജിനൽ റിപ്പോർട്ടിൻ്റെ കറക്റ്റ് ഡേറ്റ് ഉണ്ടായിരിക്കണം. പേഷ്യൻ്റ് ഐഡൻറ്റിറ്റി ഷുഡ് ബി റെക്കോർഡഡ്. ഏത് പേഷ്യൻറ്റിനാണ് വന്നത് അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസും മസ്റ്റായിട്ട് ഈ ഒരു റിപ്പോർട്ടിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. അപ്പം ഹൗ ടു റിപ്പോർട്ട്, എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ADR റിപ്പോർട്ടിംഗ് ഫോമിലായിരിക്കണം. അതുപോലെ തന്നെ ADR നടന്ന ഉടനെ തന്നെ അത് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്ത് ഓരോ പേഷ്യൻറ്റിനും ഓരോ ഫോം എന്നുള്ള രീതിയിൽ നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ മോണിറ്ററിംഗ് ഓഫീസിലേക്ക് അത് സെൻഡ് ചെയ്യുക. ദെൻ ഫോളോ അപ്പ് ഇൻഫർമേഷൻസും കൂടെ ആഡ് ചെയ്യുക. ദെൻ ഏതെങ്കിലും ഇതുപോലത്തെ തന്നെ ADR കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സെപ്പറേറ്റ് ADR ഫോമിലേക്ക് ആക്കി അതും സെൻഡ് ചെയ്യുക. അതല്ലെങ്കിൽ ഒരു ടെലിഫോൺ വഴി അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദെൻ ഫോളോ അപ്പ് ഇൻഫർമേഷൻസും ഡേറ്റ് ഓഫ് ഒറിജിനൽ റിപ്പോർട്ടും പേഷ്യൻ്റ് ഐഡൻറ്റിറ്റി ഒക്കെ തന്നെ ആ ഒരു ADR റിപ്പോർട്ടിംഗ് ഫോമിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയാൻ പോകുന്നത് മാനേജ്മെൻറ്റ് ഓഫ് ADR. എങ്ങനെ ഒരു ADR മാനേജ് ചെയ്യാം, ഹൗ ടു മാനേജ് ADR. ഹൗ ടു മാനേജ് ADR പറയുന്നത് മെയിൻ ആൻഡ് പ്രൈമറി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വിത്ഡ്രോവൽ ഓഫ് സസ്പെക്റ്റഡ് ഡ്രഗ്സ് ആണ്. നമ്മുടെ ആ ഒരു സസ്പെക്റ്റഡ് ഡ്രഗ്സ് വിത്ഡ്രോ ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി മാനേജ്മെൻറ്റിൽ പറയുന്നത്. ഇൻ കേസ് ദ റിയാക്ഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ഡോസ് റിലേറ്റഡ്, നമ്മുടെ ഡോസ് റിലേറ്റഡ് ആണ് നമ്മുടെ ആ ഒരു റിയാക്ഷൻ എങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു ഡ്രഗിൻ്റെ ഡോസ് ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് ഓഫ് സസ്പെക്റ്റഡ് റിയാക്ഷൻ മസ്റ്റ് ബി കൺസിഡർ. നമുക്ക് ആ ഒരു ഡ്രഗ് വെച്ച് തന്നെ ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഡോസ് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അവിടെ ഡോസ് ഒന്ന് ജസ്റ്റ് റെഡ്യൂസ് ചെയ്ത് നോക്കാം ADR എങ്ങനെയാവുന്നു എന്നുള്ളത്. വെൻ ആൻ ADR റിയാക്ഷൻ ഈസ് മാനേജ്ഡ് ക്ലിയർ തെറാപ്യൂട്ടിക് ഒബ്ജക്റ്റീവ് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ്. നമ്മൾ ആ ഒരു ADR റിയാക്ഷൻ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തെറാപ്യൂട്ടിക് ഒബ്ജക്റ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് ഏതൊരു തെറാപ്പിക്ക് വേണ്ടിയാണോ ആ ഡ്രഗ് ചെയ്തത് ആ ഒരു തെറാപ്പി അവിടെ ഒന്ന് കൺസിഡർ ചെയ്യുക. ദ ഡ്രഗ് ട്രീറ്റ്മെൻറ്റ് മസ്റ്റ് നോട്ട് ബി അൺനെസസറിലി കണ്ടിന്യൂഡ് ഫോർ ലോങ്ങർ ടൈം പീരീഡ്. അപ്പം നമുക്ക് ആവശ്യമില്ലാത്തൊരു ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ അത് ലോങ്ങർ ടൈം പീരീഡിലേക്ക് അതൊന്ന് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. ദ പേഷ്യൻറ്റ് മസ്റ്റ് ബി റിവ്യൂഡ് റെഗുലർലി ആൻഡ് സിംപ്ലിഫൈ മാനേജ്മെൻറ്റ് ഷുഡ് ബി ഫോളോഡ്. അതുപോലെ തന്നെ ഈ ADR വന്ന പേഷ്യൻറ്റിനെ നമ്മൾ റിവ്യൂ ചെയ്യുക, അല്ലെങ്കിൽ റെഗുലറായിട്ട് അവരെ ഒന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുക. ദെൻ ഫോളോയിങ് സ്റ്റെപ്സ് മസ്റ്റ് ബി ഫോളോഡ് ഡ്യൂറിങ് ദ മാനേജ്മെൻറ്റ് ഓഫ് എനി ടൈപ്പ് ഓഫ് സസ്പെക്റ്റഡ് ഓർ അൺഎക്സ്പെക്റ്റഡ് ADR. അപ്പം ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ADR എന്തെങ്കിലും വരുന്ന ടൈമിൽ നമ്മൾ താഴെ പറയുന്ന കാര്യങ്ങളും കൂടി ഒന്ന് മാനേജ് ചെയ്യണം. മോണിറ്ററിങ് പേഷ്യൻറ്റ് ഹു ആർ അറ്റ് ഗ്രേറ്റർ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ADR. ADR ഡെവലപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും റിസ്ക് ഉള്ള പേഷ്യൻറ്റിനെ സ്ഥിരമായിട്ട് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. മോണിറ്ററിങ് പേഷ്യൻറ്റ്സ് ഹു ആർ പ്രിസ്ക്രൈബ്ഡ് വിത്ത് ഡ്രഗ്സ് ഹൈലി ടു കോസ് ADR. അതുപോലെ തന്നെ ഹൈ ADR ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഡ്രഗ്സ് കൊടുത്ത പേഷ്യൻസിനെ, അപ്പം ഇങ്ങനെയുള്ള പേഷ്യൻസിനെ കൂടി നമ്മൾ മോണിറ്റർ ചെയ്യണം. ദെൻ അസസിങ് ആൻഡ് ഡോക്യുമെൻറ്റിങ് ദ പേഷ്യൻസ് പ്രീവിയസ് അലർജിക് സ്റ്റാറ്റസ്. നമ്മൾ കൊടുത്ത പേഷ്യൻസിന് അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസിന് നേരത്തെ എന്തെങ്കിലും അലർജിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ അസസ് ചെയ്യുകയും അതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യുകയും ചെയ്തു വെക്കുക. പിന്നെ ചേഞ്ചിങ് ദ ഡോസ് ഓഫ് ഡ്രഗ്സ്, ഡ്രഗിൻ്റെ ഡോസ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. റീപ്ലേസ്മെൻറ്റ് വിത്ത് ഓൾട്ടർനേറ്റ് മെഡിസിൻ, നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് മെഡിസിൻസ് കൊടുത്ത് നോക്കാം. ദെൻ ഒബ്റ്റൈനിങ് ഫീഡ്ബാക്ക് അബൌട്ട് ദ റിപ്പോർട്ടഡ് റിയാക്ഷൻ, അപ്പം ആ ഒരു നമ്മൾ റിപ്പോർട്ട് ചെയ്ത റിയാക്ഷൻ്റെ ഫീഡ്ബാക്ക് എടുക്കുക. ദെൻ പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ദെൻ വർക്ക്ഷോപ്സും സെമിനാർസും ഒക്കെ ഈ ഒരു ADRനെ കുറിച്ച് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഒന്ന് സെമിനാറൊക്കെ കണ്ടക്ട് ചെയ്യുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ADR മാനേജ് ചെയ്യുക. മെയിനായിട്ട് ആ സസ്പെക്റ്റഡ് ഡ്രഗിനെ ഫസ്റ്റ് തന്നെ വിത്ഡ്രോ ചെയ്യണം. ദെൻ ഡോസ് റിലേറ്റഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡോസ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് നോക്കാം. അതുപോലെ ക്ലിയർ തെറാപ്യൂട്ടിക് ഒബ്ജക്റ്റീവ് മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ അൺനെസസറി ആയിട്ട് നമ്മളൊരു ഡ്രഗ് ട്രീറ്റ്മെൻറ്റ് ലോങ്ങർ ടൈമിലേക്ക് പ്രൊലോങ് ചെയ്യാതിരിക്കുക, കണ്ടിന്യൂസ് യൂസ് ചെയ്യാതെ ഇരിക്കുക. ദെൻ ഗ്രേറ്റർ റിസ്ക് ഉള്ള പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുക. ADR വരാൻ ചാൻസ് കൂടുതലുള്ള ഡ്രഗ്സ് കൊടുത്ത പേഷ്യൻസിനെയും മോണിറ്റർ ചെയ്യുക. പിന്നെ ഡോസ് ഓഫ് ദ ഡ്രഗ്സ് ചേഞ്ച് ചെയ്ത് നോക്കുക.
ഓൾട്ടർനേറ്റ് മെഡിസിൻ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ദെൻ എപ്പോഴും ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടേയിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് ADR മാനേജ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ADR പറഞ്ഞപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞായിരുന്നു. ഒരു നോക്സിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഇൻറ്റൻറ്റഡ് ആയിട്ടുള്ള വിച്ച് ഒക്കേഴ്സ് അറ്റ് ആ ഒരു ഡോസിൽ സംഭവിക്കുന്ന റെസ്പോൺസിനെയാണ് നമ്മൾ ADR എന്ന് പറയുന്നത്. ഇനി എൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ മെയിനായിട്ട് 6 ക്ലാസിഫൈ ചെയ്തിരുന്നത്. നെക്സ്റ്റ് ഇതാരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒക്കെ പറഞ്ഞു. ദെൻ ലാസ്റ്റ് പറഞ്ഞത് ഇതിൻ്റെ റിപ്പോർട്ടിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ്. ആദ്യം ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് പെരിഫറൽ സെൻറ്റേഴ്സിലോട്ടും അവിടുന്ന് റീജിയണൽ സെൻറ്റേഴ്സിലോട്ടും ദെൻ സോണൽ സെൻറ്റേഴ്സിലോട്ടും ദെൻ സിഡിസ്കോ ആൻഡ് ടു ദ WHO. പിന്നെ ADR മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ.